അതേ തിരുനാവായ മണപ്പുറത്താണ് കേളപ്പജിയുടെ നേതൃത്വത്തിൽ സർവോദയ പ്രസ്ഥാനം എത്രയോ വർഷങ്ങളായി. അവിടെ കുമാരപിള്ള സാറ്, എം പി മൻമഥൻ സാറ്, ഇന്ത്യയിലെ പല ഭാഗത്ത് വിനോബ ഭാവെ അടക്കമുള്ള ദേശീയ നേതാക്കന്മാർ വന്ന് വിനോബ ഭാവയെ തവനൂരിൽ മുഴുവൻ സഞ്ചരിച്ച് ഭൂദാന പ്രസ്ഥാനത്തിന് ഭൂമി വാങ്ങി. ഓർക്കേണ്ട കാര്യമാണ് തവനൂർ. സുഹൃത്തുക്കളെ, പല ആൾക്കാർക്ക് ചിലപ്പോൾ പരിചയമില്ലാത്തതുകൊണ്ട് പറയാണ് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആലലുംകോട് ലീലാകൃഷ്ണൻ എന്ന് പറയുന്ന കവിയാണ്, പ്രാസംഗികനാണ്. തൊട്ടു മുൻപിലിരിക്കുന്ന ആളുകളുടെ മനസ്സറിഞ്ഞ് അവരുടെ മുഖം അറിഞ്ഞ് വിഷയം പറഞ്ഞ് സംസാരിക്കാൻ നല്ല താക്കത്തുള്ള നല്ല കഴിവുള്ള ഒരു മനുഷ്യനാണ്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇദ്ദേഹത്തോട് ഭയങ്കരമായിട്ട് എനിക്ക് സ്നേഹം തോന്നിപ്പോകുന്നൊക്കെ പറയേണ്ടി വരും. വളരെ ഇഷ്ടം തോന്നിപ്പോകുന്നു. സാഹിത്യകാരന്മാരിൽ, എഴുത്തുകാരിൽ നട്ടലുള്ള ഒരാളെങ്കിലും ഉണ്ടല്ലോ. കാരണം ഇങ്ങനെയൊക്കെ പറയാൻ കാരണം ഒരു വ്യത്യസ്തമായിട്ടുള്ള കാര്യം തന്നെയാണ്. നിങ്ങൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും സാഹിത്യകാരന്മാരിൽ ഇങ്ങനെ ഒരു സ്വല്പമൊക്കെ നട്ടലുള്ള ആളുകളൊക്കെ ഇതിനിടയിൽ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ എന്നുള്ള കാര്യത്തിലാണ് ഞാൻ സന്തോഷം പ്രകടിപ്പിച്ചത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുറ്റിപ്പുറത്ത്, നമ്മുടെ മലപ്പുറത്ത്, ഈ കുറ്റിപ്പുറത്ത്, ഈ തിരുനാവായയിൽ ഒരു വലിയ മഹാമഹം നടന്നു. ആ മഹാമഹം നടന്നതിനെ കുറിച്ചിട്ട് പിന്നീട് സോഷ്യൽ മീഡിയയിൽ പല ആളുകളും പലതും സംസാരിക്കുന്നുണ്ട്. പല വിധത്തിലും അതിനെ രാഷ്ട്രീയപരമായിട്ടൊക്കെ അതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. എങ്കിലും ഏതെങ്കിലും ഒരു സാഹിത്യകാരന്മാരോ മറ്റോ ഇതിനെക്കുറിച്ചിട്ട്, അല്ലെങ്കിൽ ചരിത്രകാരന്മാരോ മറ്റോ ഇതിനെക്കുറിച്ച് യാഥാർത്ഥ്യം എന്താണ്, എന്താണ് മാമാങ്കം, എന്താണ് മാഘം, എന്താണ് ഈ പറയുന്ന ഈ കുംഭമേള, എന്താണ് അതിനെ വിശ്വാസപരമായിട്ടും ഇനിയിപ്പോ മറ്റു രീതിയിൽ ചരിത്രപരമായിട്ടും ഒക്കെ ഒന്ന് വ്യാഖ്യാനിക്കാൻ അല്ലെങ്കിൽ യാഥാർത്ഥ്യം എന്തെന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ ആരെങ്കിലൊക്കെ വരും വിചാരിച്ചു. ഒരെണ്ണം ഉണ്ടായിരുന്നില്ല. ഒരെണ്ണത്തിനും അതിന് ധൈര്യമില്ല. ഒരുപക്ഷെ മിക്കവാറും വല്ല അവാർഡൊക്കെ കാത്തിരിക്കുന്ന ആളുകളായിരിക്കും. അതുകൊണ്ടായിരിക്കും ഇവന്മാരൊന്നും മിണ്ടാത്തത്. പക്ഷേ ഇപ്പോഴും സംസാരിക്കുന്നത് ആലങ്കോട് ലീലാകൃഷ്ണൻ എന്ന് പറയുന്ന പ്രാസംഗികനും കവിയുമായിട്ടുള്ള ഒരാളാണ്. ഗംഭീരമായിട്ട് സംസാരിക്കുന്നുണ്ട്, കേട്ടോക്കണം. വാസുദേവൻ നമ്പൂതിരി തന്റെ അളവറ്റ സ്വത്ത് ദാനം ചെയ്തു. ആ സ്ഥലത്താണ് ഇന്ന് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് കോളേജ് നിൽക്കുന്നത്, കേളപ്പന്റെ പേരുള്ള സ്കൂൾ നിലകൊള്ളുന്നത്. അനേക വർഷങ്ങൾ സർവ ഉദയത്തിനു വേണ്ടി ദേശീയ പ്രസ്ഥാനത്തിന്റെ സർവോദയമേള അവിടെ നടന്നു. അതേ മണപ്പുറത്താണ് ഇപ്പോൾ ഒരു സമുദായത്തിന്റെ ഉദയത്തിനു വേണ്ടി മറ്റൊരു മേള ഉണ്ടാകുന്നത്. നമ്മളതിന്റെ മനസ്സിലല്ലേ, കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. എല്ലാവരും ഒത്തുചേർന്ന് നിൽക്കുന്ന, അല്ലെങ്കിൽ എല്ലാവരും ഒന്നു ചേർന്ന് നിൽക്കുന്ന ഈ ഒരു സ്ഥലത്താണ് ഏതെങ്കിലും ഒരു സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട്, ഒരു സമുദായം മാത്രം ഉണർന്നാൽ മതി, ഹിന്ദുക്കൾ എത്രയോ കാലമായിട്ട് ഉറങ്ങിക്കെടുക്കാണ്, ഉണരൂ ഹിന്ദു ഉണരൂ എന്ന് പറഞ്ഞിട്ട് ചില ആളുകളൊക്കെ ഇറങ്ങിത്തിരിച്ചിട്ടുണ്ടെന്ന് ഞാൻ പലപ്പോഴും ഒരുപാട് വീഡിയോകൾ ഇതിനെക്കുറിച്ചിട്ടും ഇതിൻ്റെ വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷേ ഈ ചാനൽ തന്നെ താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഇപ്പൊ അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നു, ഒരു സമുദായത്തിന്റെ ഉദയത്തിന് വേണ്ടി അപ്പൊ അങ്ങനെ ചെയ്തൂടെ എന്നൊക്കെ പലരും ചോദിക്കും. മുസ്ലിങ്ങൾ ചെയ്യുന്നില്ലേ, ക്രിസ്ത്യാനികൾ ചെയ്യുന്നില്ലേ? ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഇങ്ങനത്തെ മേളകളും മറ്റൊക്കെ അവിടെ നടക്കണം. പക്ഷേ ഇതിനിടയിൽ വേറെ ചില അപകടങ്ങൾ കൂടി ഉറങ്ങിക്കിടക്കുന്നുണ്ട് ഈ ഉണർത്തുന്നതിനിടയ്ക്ക് എന്നുള്ളതാണ് ഇതിന്റെ യാഥാർത്ഥ്യം. ആരാധിക്കോ ആരാധനയ്ക്കോ ഒന്നും എതിരല്ല. യുവകലാസാരഥി ഒരു മതത്തിന്റെയും ആരാധിക്കും, ആരാധനയ്ക്കും, പൂജയ്ക്കും, പ്രാർത്ഥനയ്ക്കും, നിസ്കാരത്തിനൊന്നും എതിരല്ല. എല്ലാ മതങ്ങളും അവരുടെ വിശ്വാസങ്ങൾ കൊണ്ടു നടക്കട്ടെ. പക്ഷേ ഇത് ഒരു മതത്തിന്റെ ഉദയത്തിന് വേണ്ടിയാണെന്ന് പ്രഖ്യാപിച്ചിരിക്കുക, ഉണരുകയാണെന്നാണ് പറയുന്നത്. അവരെ ഉണർത്താനാണ് എന്ന് പറയുന്നു. എന്ന് മാത്രമല്ല, വളരെ തമാശയും ഭയവും തോന്നിപ്പിച്ചൊരു കാര്യം, അവിടെ ഒരു പാലം ഉണ്ടാക്കി. ആ പാലത്തിന്റെ ബലക്ഷയത്തെ കുറിച്ച് കളക്ടർ സംശയം പ്രകടിപ്പിച്ചു. അനുവാദം വേണ്ട വിധത്തിൽ ചെയ്തില്ല. സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്, റവന്യൂ ഭൂമിയാണ്. അത് പ്രകടിപ്പിച്ച ഉടനെ ഒരു സന്യാസിയുടെ പ്രസ്താവന നിങ്ങൾ വായിച്ചോന്നറിയില്ല, മലപ്പുറം ജില്ല നിന്റെ തന്തയുടെ വകയല്ല. ഒരു സന്യാസി പറഞ്ഞതാണ്. ഇതിങ്ങനെ പറയുമ്പോഴേ പല ആൾക്കാർ ഇത് സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള സംശയമൊക്കെ ഉണ്ടായിരിക്കും. എന്തായാലും ഞാൻ ഇതിനിടയിൽ ആ സന്യാസി പറഞ്ഞ ആ ഒരു വാക്ക് ഒന്ന് തിരികെ കയറ്റാനുള്ള ശ്രമം നടത്താം. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല, അത് തീവ്രതരമായിട്ടുള്ള വർത്തമാനങ്ങൾ ആ ചെങ്ങാതി പറഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്. എന്തായാലും ബാക്കിയൊരു കേൾക്കുകയാണ്. അപ്പൊ മലപ്പുറം ജില്ലയാണ് എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്നത്. സമുദായ നേതാവും ടാർഗറ്റ് ചെയ്യുന്നത്, മേളക്കാരും ടാർഗറ്റ് ചെയ്യുന്നത് മലപ്പുറം ജില്ലക്കകത്ത് വിഭാഗീയത ശക്തിപ്പെടുത്തണം. അപ്പൊ നമുക്ക് ഏറ്റവും ഭയം, നമ്മൾ കേരളം മുഴുവൻ നടക്കുന്നുണ്ടെങ്കിലും ഈ തവനൂരിൽ തന്നെ ഇത് തുടങ്ങി വെക്കാൻ കാരണം നമ്മുടെ കാൽച്ചോട്ടിൽ അഗ്നി വരുന്നുണ്ട്. ഇതൊരു മതം ചെയ്യുന്നു എന്നത് അതിന്റെ കാര്യം മാത്രമല്ല, ഇതിന് സമാന്തരമായി അതേ സമയത്ത് തന്നെയാണ് എനിക്ക് നല്ല ഇഷ്ടവും ബഹുമാനമുള്ള ഒരു മഹാനായ മുസ്ലിം പണ്ഡിതൻ പ്രഖ്യാപിക്കുന്നു, നിസ്കാരം ഭരിക്കണമെങ്കിൽ മുസ്ലിം രാഷ്ട്രം ആവണം.
മുസ്ലിം രാഷ്ട്രത്തിൽ നിസ്കരിച്ചാൽ മാത്രമേ നിസ്കാരം അള്ളാഹു കൈക്കൊള്ളുകയുള്ളൂ. ഞാൻ ഇതുവരെ മനസ്സിലാക്കിയ ഇസ്ലാമിൽ അങ്ങനെ ഒരു പ്രസ്താവനയില്ല. ഇത് പറയുന്നത് നിസ്സാരപ്പെട്ട ഒരാളല്ല, ഇന്ത്യയിലെ തന്നെ ഒരു വലിയ ആത്മീയ പണ്ഡിതനാണ്. അതേ സമയത്താണ് സാധാരണ വർഗീയത പറയാത്ത കേരളത്തിലെ മെത്രാന്മാരും ബിഷപ്പുമാരും കണ്ണു പൊട്ടിക്കുന്ന വർഗീയത പച്ചയ്ക്ക് വിളിച്ചു പറയും. ഭയപ്പെടാൻ വേറെന്തെങ്കിലും വേണം? കാരണം ഭൂരിപക്ഷ വർഗീയതയെ നമുക്ക് ഒരുമിച്ച് നേരിടാമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഭൂരിപക്ഷ വർഗീയതയെ മതേതര പക്ഷത്ത് നിന്നല്ല നേരിടുന്നത്, ഞങ്ങളൊക്കെ മതമായി തന്നെ നേരിടും എന്ന് വന്നാൽ 58 വർഷം മുമ്പ് വയലാർ എഴുതിയ വരികൾ സത്യമാക്കും. ഹിന്ദുവായി, മുസൽമാനായി, ക്രിസ്ത്യാനിയായി, നമ്മെ കണ്ടാൽ അറിയാതായി, ഇന്ത്യ ഭ്രാന്താലയമായി, ആയിരം മാനവ ഹൃദയങ്ങൾ ആയുധ പുരകളായി മനുഷ്യൻ തെരുവിൽ മരിക്കുന്നു, മതങ്ങൾ ചിരിക്കുന്നു. എത്ര വ്യക്തമായിട്ടാണ്, എത്ര സുന്ദരമായിട്ടാണ് നമ്മുടെ ആലങ്കോട് ലീലാകൃഷ്ണൻ എന്ന് പറയുന്ന ആ ഒരു എഴുത്തുകാരൻ, ആ ഒരു പ്രാസംഗികൻ ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞെന്ന് ആലോചിക്കുക. നിങ്ങൾ ചുറ്റുഭാഗം ആലോചിക്കുക, ഏതെങ്കിലും ആളുകൾ, ഏതെങ്കിലും എഴുത്തുകാരന്മാർ, ഏതെങ്കിലും ചരിത്രകാരന്മാർ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു മഹാവിഡിത്തത്തെ കുറിച്ചിട്ട്, അതിൽ പറഞ്ഞു വെച്ച വങ്കത്തത്തിനെ കുറിച്ചിട്ട്, അതല്ല യാഥാർത്ഥ്യം, ഇതാണെന്ന് തെളിവുകളുമായിട്ട് മുന്നോട്ട് പോരാൻ കഴിയുന്ന ഒരുപാട് എഴുത്തുകാർ നമ്മുടെ നാട്ടിലുണ്ട്. ഒരുപാട് സാഹിത്യകാരന്മാർ, ഒരുപാട് എന്താ പറയുക, ചരിത്രകാരന്മാർ ഒക്കെ ഇവിടെ ഉണ്ട്. പക്ഷേ ഒരാൾ പോലും മുന്നോട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പുറകിലൊരു യാഥാർത്ഥ്യം. ഇദ്ദേഹം ഏതെങ്കിലും ഒരു മതത്തിനെ മാത്രം അപകടമല്ല വിളിച്ചു പറയുന്നത്. ഒരുപക്ഷെ ഭൂരിപക്ഷ വർഗീയതയാണ് തിരുനാവായിൽ നടന്നതെങ്കിൽ അതിൻ്റെ ഒപ്പം തന്നെ ന്യൂനപക്ഷ വർഗീയത ഇവിടെ കുറേ ഉണ്ട്. അത് മുസ്ലിമിനുണ്ട്, അത് നമ്മുടെ ക്രിസ്ത്യനുണ്ട്. പക്ഷേ അവരും കൂടി മതം മാത്രമാണ് അവരുടെ വിഷയം എന്ന രീതിയിൽ മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഇടയിൽ മനുഷ്യന്മാരെ കണ്ടെത്താൻ വലിയ പ്രയാസമായിട്ട് മാറും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ ഒരു 10 വർഷത്തിനിടയ്ക്ക് നമ്മുടെ ഇന്ത്യയിൽ വന്നിട്ടുള്ള പല മാറ്റങ്ങളിലും ഒന്ന്, ഏറ്റവും കൂടുതൽ ആളുകൾ മതത്തെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. തൊട്ടപ്പുറത്ത് നിൽക്കുന്ന മതത്തെക്കുറിച്ച് സംസാരിക്കുന്നു. തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ഒരുവൻ കഴിക്കുന്ന ഭക്ഷണം ഏതെന്നൊക്കെ ചോദിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അവൻ്റെ ബീഫാണോ മറ്റൊന്നൊക്കെ അറിയാനുള്ള ഒരു ത്വര ഉണ്ടായിരിക്കുന്നു. അതാണെങ്കിൽ തല്ലിക്കൊല്ല ഒരു മടിയില്ലാത്ത രീതിയിൽ ആളുകളൊക്കെ മാറിയിരിക്കുന്നതാണ്. അതിനെക്കുറിച്ച് വേറെ വീഡിയോ വരുന്നുണ്ട്, അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ബൈ.